സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ. ആദ്യമേ തന്നെ ഒരു രഹസ്യം പങ്കുവയ്ക്കാം. സ്നേഹം എന്നത് ഒരു അഗ്നിപർവ്വതം പോലെയാണ്. ഉപരിതലത്തിൽ ശാന്തമായിരിക്കുമ്പോഴും അകത്തളങ്ങളിൽ തീവ്രമായ ലാവയുടെ ഒഴുക്കുണ്ട്. പക്ഷേ ആ തീവ്രതയെ തിരിച്ചറിയാൻ കഴിയുന്നവർ ചുരുക്കമാണ്. ഇന്ന് നമ്മൾ കടന്നുപോകുന്നത് ചാണക്യ മഹർഷിയുടെ ജ്ഞാനസാഗരത്തിലൂടെയാണ്. ഒരു സ്ത്രീ തൻ്റെ പ്രിയപ്പെട്ടവനെ അഗാധമായി ആരാധിക്കുന്നതിൻ്റെ 7 അടയാളങ്ങൾ, ചാണക്യൻ വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ. ഈ യാത്രയിൽ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ പുതിയ മാനങ്ങൾ കണ്ടെത്താനാവുമോ? തുടരുക, കാരണം ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. അതിനു മുമ്പ് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനലിലേക്ക്. ഇവിടെ പുരാതന ജ്ഞാനത്തിൻ്റെ വെളിച്ചം ദിനചര്യയിലേക്ക് പകരുന്നു. ചാണക്യൻ്റെ നീതിശാസ്ത്രം, ജീവിത പാഠങ്ങൾ, പ്രചോദനാത്മക കഥകൾ എല്ലാം നിങ്ങളുടെ വളർച്ചയ്ക്കായി. ഇതാദ്യമായി വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി തുടരുക. നമ്മുടെ കുടുംബത്തിലേക്ക് ചേരുക. കാരണം ഇവിടെ ഓരോ വാക്കും ഒരു വിത്താണ്, വിജയത്തിൻ്റെ വൃക്ഷമാകാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കൽപ്പന്തകാലങ്ങളോളം മുൻപ് ഭാരതവർഷത്തിൻ്റെ മണ്ണിൽ ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു, ചാണക്യൻ. അദ്ദേഹം ഒരു രാജ്യതന്ത്രജ്ഞൻ മാത്രമല്ല, മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ ഒരു ദാർശനികനുമായിരുന്നു. അർത്ഥശാസ്ത്രത്തിലൂടെ രാജ്യഭരണം പഠിപ്പിച്ച അദ്ദേഹം നീതിശാസ്ത്രത്തിലൂടെ സ്നേഹത്തിൻ്റെ സൂക്ഷ്മതകൾ വിവരിച്ചു. ഒരു രാത്രി ചന്ദ്രപ്രകാശത്തിനടിയിലിരുന്ന് അദ്ദേഹം ചിന്തിച്ചു, സ്നേഹം ഒരു നദിയാണ്. ശാന്തമായി ഒഴുകുമ്പോഴും അതിൻ്റെ ശക്തി അളവറ്റതാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥത തിരിച്ചറിയാൻ ലക്ഷണങ്ങൾ അറിയണം. അങ്ങനെ സ്ത്രീയുടെ അഗാധ പ്രേമത്തിൻ്റെ 7 അടയാളങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി. നമുക്ക് ഓരോന്നും കഥകളിലൂടെ പര്യവേക്ഷിക്കാം. ഹൃദയസ്പർശിയായ ഭാഷയിൽ, പ്രകൃതിയുടെ സൗന്ദര്യം പോലെ മനോഹരമായി. ആദ്യ ലക്ഷണം, പിന്തുണയുടെ ആധാരശില. ഒരു സ്ത്രീ തൻ്റെ പ്രിയനെ അഗാധമായി ആരാധിക്കുമ്പോൾ അവൾ തൻ്റെ ഏറ്റവും വലിയ ആശ്രയമാകുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ അവൾ നിശബ്ദമായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ സ്വന്തമായി കാണുന്നു. ഓർക്കുക, പുരാതന കാലത്ത് ഒരു രാജാവിൻ്റെ ഭാര്യയെപ്പോലെ. രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, നമുക്ക് പുതിയ പാതകൾ തുറക്കാം. അവളുടെ വാക്കുകൾ ധൈര്യത്തിൻ്റെ പ്രകാശമായി. ചാണക്യൻ പറയുന്നു, ഇത്തരം സ്ത്രീകൾ മാനസിക ബലം നൽകുന്നു, പരാജയങ്ങളിൽ സമാശ്വാസമാകുന്നു, വിജയങ്ങളിൽ സഹയാത്രികയാകുന്നു. ഇത് സ്നേഹത്തിൻ്റെ അടിത്തറയാണ്, പാറ പോലെ ഉറച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരാശ്രയമുണ്ടോ? ചിന്തിക്കുക, കാരണം ഇത് പ്രേമത്തിൻ്റെ ആദ്യ സ്പന്ദനമാണ്. രണ്ടാം അടയാളം, സത്യസന്ധതയുടെ പ്രതിഫലനം. പ്രിയപ്പെട്ടവനോട് അവൾ പൂർണ്ണമായി തുറന്നു പറയുന്നു, രഹസ്യങ്ങളില്ലാതെ. അവളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട്, പ്രവൃത്തികളിൽ വിശ്വാസ്യതയുണ്ട്. ഒരു കഥയുണ്ട്. ഒരു വ്യാപാരി ദൂരയാത്രയിൽ പോയപ്പോൾ അവളുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ലാതെ അവനെ കാത്തിരുന്നു. ചാണക്യൻ ഉപദേശിക്കുന്നു, ഇത്തരം സ്ത്രീകൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോലും തുറന്നു പറയുന്നു, ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു. വിശ്വാസം എന്നതൊരു പാലമാണ്, അത് തകർന്നാൽ സ്നേഹം നഷ്ടമാകും. അവരുടെ കണ്ണുകളിൽ സത്യത്തിൻ്റെ തിളക്കം കാണാം, നക്ഷത്രങ്ങൾ പോലെ പ്രകാശിക്കുന്നത്. ഈ ലക്ഷണം പ്രേമത്തിൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. മൂന്നാം ലക്ഷണം, ബഹുമാനത്തിൻ്റെ പൂമൊട്ട്. അവൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ മാനിക്കുന്നു, കഴിവുകളെ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ അവൾ അഭിമാനിക്കുന്നു, അഭിപ്രായങ്ങളെ വിലമതിക്കുന്നു. ചാണക്യൻ്റെ കാലത്ത് ഒരു ഗുരുവിൻ്റെ ശിഷ്യയെപ്പോലെ അവൾ വിശ്വസിക്കുന്നു. സാമ്പത്തിക സ്ഥിതി എന്തായാലും അവളുടെ ആരാധന അചഞ്ചലമാണ്. ഇത് സ്നേഹത്തിൻ്റെ പൂന്തോട്ടമാണ്, ഓരോ ഇലയും ബഹുമാനത്തിൻ്റെ സൗരഭം പരത്തുന്നത്. നിങ്ങളുടെ പ്രിയതമ അങ്ങനെയാണോ? ഈ അടയാളം ബന്ധത്തെ ഉയരങ്ങൾ തൊടുന്നു, മേഘങ്ങൾ പോലെ വിശാലമായത്. നാലാം ലക്ഷണം, ക്ഷമയുടെ സമുദ്രം. അദ്ദേഹത്തിൻ്റെ ക്രോധത്തെ അവൾ ക്ഷമയോടെ നേരിടുന്നു, കോപം കൊണ്ട് പ്രതികരിക്കാതെ. കാരണങ്ങൾ അന്വേഷിക്കുന്നു, ശാന്തിപ്പെടുത്തുന്നു. ഒരു പുരാതന കഥയിൽ ഒരു യോദ്ധാവിൻ്റെ ഭാര്യ അവൻ്റെ രോഷത്തെ നദിയിലെ ജലം പോലെ ഒഴുക്കിവിട്ടു. ചാണക്യൻ പറയുന്നു, ക്ഷമാപ്രേമത്തിൻ്റെ ശക്തിയാണ്, അത് തുളുമ്പുന്ന ഹൃദയത്തെ തണുപ്പിക്കുന്നു. ഈ ലക്ഷണം സ്നേഹത്തിൻ്റെ ആഴത്തെ അളക്കുന്നു, സമുദ്രം പോലെ അഗാധമായത്. അവളുടെ നിശബ്ദതയിൽ പ്രേമത്തിൻ്റെ ഗാംഭീര്യമുണ്ട്. അഞ്ചാം ലക്ഷണം, സന്തോഷത്തിൻ്റെ സഹയാത്ര. അദ്ദേഹത്തിൻ്റെ ആനന്ദം അവളുടേതാകുന്നു, നേട്ടങ്ങളിൽ ഉത്സവമാക്കുന്നു.
ചെറിയ കാര്യങ്ങളിൽ പോലും അവൾ ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്നു. ചാണക്യൻ്റെ ഒരു ഉപദേശത്തിൽ ഒരു സ്ത്രീ തൻ്റെ പ്രിയൻ്റെ ഇഷ്ടകായികങ്ങൾക്കൊപ്പം ചേരുന്നു, സന്തോഷം പങ്കിടുന്നു. ഇത് പ്രേമത്തിൻ്റെ മധുരമാണ്, പൂക്കൾ പോലെ വിരിയുന്നത്. ഈ ലക്ഷണം ബന്ധത്തെ ഉന്മേഷമുള്ളതാക്കുന്നു, വസന്തകാലം പോലെ ശോഭനമുള്ളത്. 6-ാം ലക്ഷണം മുൻഗണനയുടെ മഹിമ. അവൻ്റെ ആവശ്യങ്ങൾക്ക് അവൾ പ്രഥമസ്ഥാനം നൽകുന്നു, തിരക്കുകളിലും സമയം കണ്ടെത്തുന്നു, രോഗാവസ്ഥയിൽ പരിചരിക്കുന്നു, ജോലികൾ സഹായിക്കുന്നു. ഒരു കഥയിൽ രാത്രി വൈകി അവൾ അവൻ്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി. ചാണക്യൻ ഉദ്ബോധിക്കുന്നു, ഇത് സ്നേഹത്തിൻ്റെ സമർപ്പണമാണ്, അവൻ്റെ മനസ്സ് മുന്നിൽ നിർത്തുന്നത്. ഈ ലക്ഷണം പ്രേമത്തിൻ്റെ സമർപ്പണത്തെ പ്രകാശിപ്പിക്കുന്നു, സൂര്യൻ പോലെ തിളങ്ങുന്നത്. 7-ാം ലക്ഷണം കുറവുകളുടെ സ്വീകാര്യത. അവൻ്റെ അപൂർണതകളെ അവൾ സ്നേഹിക്കുന്നു, മാറ്റാൻ ശ്രമിക്കാതെ. കുറ്റങ്ങൾ പ്രേമത്തോടെ കാണുന്നു, മൃദുവായി ഓർമ്മിപ്പിക്കുന്നു. ചാണക്യൻ്റെ ജ്ഞാനത്തിൽ യഥാർത്ഥ വ്യക്തിത്വത്തെ ആരാധിക്കുന്നു. ഇത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്, നക്ഷത്രങ്ങൾ പോലെ നിറഞ്ഞത്. ഈ ലക്ഷണം ബന്ധത്തെ അനശ്വരമാക്കുന്നു, കാലം പോലെ നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ ഈ യാത്രയുടെ അന്ത്യത്തിലെത്തിയപ്പോൾ ചാണക്യൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കട്ടെ. ഈ 7 ലക്ഷണങ്ങൾ സ്നേഹത്തിൻ്റെ സത്തയാണ്, അത് ജീവിതത്തെ സമ്പന്നമാക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇവ കണ്ടെത്തിയോ? അനുഭവങ്ങൾ കമൻറ്റുകളിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ജ്ഞാനം നേടുക. നന്ദി. നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം.